അവർക്ക് നേരിട്ട് മീറ്റ് ചെയ്യണമെന്നാ പറയുന്നേ. നോ പ്രോബ്ലം, മീറ്റ് ചെയ്യാലോ. പക്ഷെ നമ്മുടെ ക്ലയന്റ് ഇപ്പോ ആഗ്രയിലാ ഉള്ളത് ചേട്ടാ. ഇതെന്തു പറ്റി? ഞാനിപ്പോ ആഗ്രയിലേക്ക് പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ടല്ലേ ഉള്ളൂ. അതിനിടയിൽ ആഗ്രയിലെ ക്ലയൻസുമായിട്ട് മീറ്റിംഗ് ഒക്കെ ആയോ? ചേട്ടാ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ആ വിക്രാന്ത്, ബാക്കി പറ. ഇനിയൊരു 3 ദിവസത്തിനുള്ളിൽ ഞാനും ചേട്ടനും റൗഡി കൊച്ചും കൂടി ആഗ്രയിൽ എത്താനുള്ളതാ. വാട്ട്? ഐ മീൻ ഞാനും നീയും ഓക്കെ. ആ അമൂല്യ എന്തിനാ? അതെങ്ങനെ ശരിയാവും ചേട്ടാ? നമ്മുടെ ഓഫീസിൽ അഡ്മിൻ ജോലി മാത്രമല്ലല്ലോ, HR ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതും ഇപ്പൊ അമൂല്യ തന്നെയല്ലേ. എന്നാ പിന്നെ നമുക്ക് സിദ്ധാർത്ഥനെ കൂടെ കൂട്ടിക്കൂടെ? കൊണ്ടുപോയായിരുന്നു. പക്ഷെ ഞാനിവിടില്ല, ചേട്ടനിവിടില്ല. ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, ആദ്യയുടെ അവസ്ഥയും കൂടെ ആലോചിക്കണ്ടേ. ഒന്നാമത് അവളുടെ മൂഡ് സ്വിങ്സ് പറഞ്ഞ എല്ലാവർക്കും ഇവിടെ തലവേദനയാണ്. ഇനിയിപ്പോ അളിയനെയും കൊണ്ട് നമ്മൾ ആഗ്രയിലോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം മതി ഇവിടെ ഭൂകമ്പം ഉണ്ടാവാനായിട്ട്. നമ്മൾ ആഗ്രയിലോട്ട് പോയി ഉടനെ തന്നെ കാലുകുത്താതെ തിരിച്ചു വരേണ്ടി വരും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ബട്ട് നീ ഇപ്പൊ എവിടെയുള്ള? എന്തോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടല്ലോ. ഒന്നുമില്ല ഏട്ടാ, ഒരു ബുദ്ധിയില്ലാത്ത പെണ്ണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. ചേട്ടന് അറിയാവുന്ന കാര്യമല്ലേ, അളിയൻ എങ്ങനെ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ആദ്യം വേണമെങ്കിൽ ഈ വീട് തല തിരിച്ചങ്ങ് വെച്ചളയും. ഞാൻ അളിയനോടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഞാനും ചേട്ടനും അമൂല്യയും നമ്മൾ 3 പേരും പോകുന്നു. ഷെഡ്യൂൾ ഫിക്സ് ചെയ്യട്ടെ? ഓക്കെ, ഫിക്സ് ചെയ്തോളൂ. ആ ചേട്ടാ, നമ്മൾ ആഗ്രയിലേക്ക് പോകുന്ന കാര്യം ചേട്ടൻ തന്നെ റൗഡി കൊച്ചിനെ വിളിച്ച് പറഞ്ഞാൽ മതി. എനിക്ക് ക്ലയൻസിനോട് സംസാരിക്കാനുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഓക്കെ, പറയാടാ. ബൈ. എന്റെ ഗുരുവായൂരപ്പ, നീ എന്റെ പ്രാർത്ഥന ഇത്രയും പെട്ടെന്ന് കേൾക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. താങ്ക് യു. ഹലോ അമൂല്യ, നീ എവിടെയാ? ഇത്രയും പെട്ടെന്ന് ഫോൺ ചെയ്ത് ഞാൻ എവിടെയാണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയാണെന്ന് അറിയുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് വേറെ എന്തോ എന്നോട് പറയാനുണ്ട്. കാര്യം എന്താണെന്ന് പറ. യെസ്, ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. വിക്രാന്ത് ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്രൊജക്ടിനെ പറ്റി പറഞ്ഞത് നീ ഓർക്കുന്നില്ല അമൂല്യ? ഓർമ്മയുണ്ടല്ലോ. അത് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ബട്ട് ക്ലയൻസിനെ നമ്മൾ നേരിട്ട് തന്നെ മീറ്റ് ചെയ്യണം. ഐ മീൻ ഫേസ് ടു ഫേസ്. അത്രേ ഉള്ളൂ, അതിന് മീറ്റ് ചെയ്യണം. ആ ടീമിൽ നീ ഉണ്ട് അമൂല്യ. ഇപ്പൊ HR പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഞാനല്ലേ? എക്സാക്ട്ലി. അതുകൊണ്ട് നീയും ആ മീറ്റിംഗിൽ ഉണ്ടായിരിക്കണം അമൂല്യ. ആ അത്രേ ഉള്ളൂ, അതിന് ഞാനും വരാൻ വേദ. അതിലൊരു കാര്യമുണ്ട്. ക്ലയന്റ് ഉള്ളത് ആഗ്രയില. സോ വി ആർ ഫ്ലൈയിങ് ടു ആഗ്ര. വേദാന്ത്, നിനക്കെന്താ ഇത്ര പെട്ടെന്ന് പറ്റിയത്? ആഗ്രയിൽ പോയി താജ്മഹൽ കാണണമെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാ. അതിനുവേണ്ടി ഇത്ര പെട്ടെന്നൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? നോ, ഇതെല്ലാം ഫിക്സ് ചെയ്തത് വിക്രാന്താണ്. ഇൻഫാക്ട് വിക്രാന്ത് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ തന്നെ ഷോക്കായി പോയി. നമ്മൾ താജ്മഹലിനെ പറ്റി സംസാരിച്ചില്ലേ, അപ്പോ വിക്രാന്ത് എന്തോ ക്ലൈന്റ് മീറ്റിംഗിലായിരുന്നു എന്നാ പറഞ്ഞത്. എല്ലാം യാദൃശ്ചികാടോ? എടാ കള്ളച്ചെറുക്ക, ഈ കാര്യത്തിൽ നിന്നെ വിശ്വസിക്കാനേ പറ്റില്ല. എടി കഴുതേ, ഞാൻ എന്തിനാടി കള്ളം പറയുന്നേ? നിന്റെ ഭഗവാൻ അല്ല, നമ്മുടെ ഭഗവാനാണ് സത്യം. ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. ഇത് ഞാൻ ചെയ്ത പ്ലാൻ ഒന്നും അല്ല. ഇനിയും നിനക്ക് സംശയം മാറിയിട്ടില്ലെങ്കിൽ പ്ലീസ് കോൾ വിക്രാന്ത്, ക്ലാരിഫൈ ചെയ്തോ. പിന്നൊരു കാര്യം, ഈ പറഞ്ഞതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്നോട് ആദ്യം പറയണം. എന്തിനാ നീ ഇളിക്കുന്നേ? അത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്റെ ഇഷ്ടം. ശരി, എന്തേലും ആയിക്കോ. ഈ ട്രിപ്പിൽ നിനക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഹലോ ബോസ്, ഞാൻ 4-5 പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ വളർന്ന പെണ്ണ്. നിങ്ങളൊക്കെ പെൺപിള്ളേരാണെങ്കിലും നല്ല തൊലിക്കട്ടിയാന്നുള്ള കാര്യം എനിക്കറിയാം. ബാക്കി പറയും. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം പറയാൻ എനിക്കിപ്പോ കഴിയില്ലെന്നറിയില്ലേ?
ആദ്യം വീട്ടിൽ പോയി ഞാൻ അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം തീരുമാനം എന്താണെന്ന് ഞാൻ അറിയിക്കാം. ശരി, ബൈ. അമൂല്യ 1 സെക്കൻഡ്. ഇനി എന്താ? ഐ ലവ് യു കഴുതക്കുട്ടി. ഇതിനെതിരെ നീ വിളിക്കുന്നേ? എന്റെ ലൈഫിൽ ഇത്രയധികം സന്തോഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ എന്നോർത്താ ഞാൻ ചിരിച്ചേ. നീ എന്നോട് സ്നേഹത്തോടെ ക്യൂട്ടായിട്ട് ഐ ലവ് യു എന്ന് പറയുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം കൊണ്ടാ ചിരിച്ചേ. ആഗ്രയിൽ വെച്ചാ മീറ്റിംഗ്, എല്ലാം സൂക്ഷിച്ചു വേണേ. ഏയ്, അത് ഞാൻ നിന്നോടാ പറയണ്ടേ. ആദ്യം ഞാൻ അച്ഛനോടും അമ്മയോടും അനുവാദം ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ബൈ. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഞാനും വേദാന്തും തമ്മിലുള്ള പ്രണയത്തിന്റെ കാര്യം എത്രയും പെട്ടെന്ന് വീട്ടിൽ പറയണം. ദൈവമേ, എന്റെ കൂടെ ഉണ്ടാവണേ. നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയേ? എന്താ മുഖീന ഡള്ളായി പോയി? ഇപ്പൊ ആലോചിച്ചപ്പോഴാ പ്രധാന പ്രശ്നം മനസ്സിലായത്. ബിസിനസ് എന്ന് പറഞ്ഞ വേദാന്തിന്റെ ബ്ലഡിൽ അലിഞ്ഞിരിക്കുക. ഇപ്പൊ നമ്മൾ ആഗ്രയിലെ ക്ലയന്റായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ ഇനി മുതൽ അത് മാത്രമേ ചിന്തിക്കുള്ളൂ അവൻ. അതല്ലാതെ താജ്മഹലിനെ കുറിച്ചോ പ്രൊപ്പോസിനെ കുറിച്ചോ ഒന്നും ഓർക്കില്ല. അത് ശരിയല്ലേ, ഇങ്ങനൊരു കെണിയെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലല്ലോ. അതൊക്കെ പോട്ടേന്ന് വെക്കാം. അവിടെ എത്തിക്കഴിഞ്ഞാ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടല്ലേ നിൽക്കുള്ളൂ. അതൊക്കെ സിമ്പിൾ അല്ലേ. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും ഒരുമിച്ച് നിർത്തും. ആഹാഹാ, ഇതിനെയാണ് പൊട്ടന്റെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ചേട്ടന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ അമൂല്യം കൊണ്ട് ചേട്ടൻ താജ്മഹലിലൊന്നും പോയില്ല. അതിനു പകരം ചേട്ടന്റെ കൂടെ നിന്ന് ചേട്ടൻ ഓക്കെ ആക്കാനും നോക്കൂ. അമ്മു ആണെങ്കിലും ശരി, ചേട്ടന്റെ അടുത്ത് കസേരയിട്ട് ഇരിക്കുകയുണ്ടാവുള്ളൂ. അത് മാത്രമൊന്നുമല്ല, വേദാന്തിനോട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അളിയന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. പാവ അമൂല്യ ഒരസുഖമില്ലാത്ത പേഷ്യന്റിന് വേണ്ടി ഇവിടെ നിന്ന് ആഗ്രയിലേക്ക് വണ്ടി പിടിച്ചു പോയി കൂട്ടിരിക്കേണ്ടി വരും. അതൊക്കെ കൊണ്ട് അളിയന്റെ ഈ പ്ലാൻ ഫ്ലോപ്പ് ആവുന്ന ഉറപ്പാണ്. എന്നാ എന്റെ അടുത്ത് വേറൊരു അടിപൊളി ഐഡിയ ഉണ്ട്. അതിപ്പം ഞങ്ങളോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ തന്നെ പറയാം അത് ഫ്ലോപ്പ് ആവോ അതോ വിജയിക്കോന്ന്. മീറ്റിംഗിനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അങ്ങ് ഇറങ്ങുന്നു. കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ മീറ്റിംഗിന്റെ ടൈം പോസ്റ്റ്പോണ്ടായി. ഇനി ഹോട്ടലിലൊക്കെ പോയി തിരിച്ചു വരാൻ ഒരുപാട് സമയമാവും. അതുകൊണ്ട് നമുക്കൊന്ന് ചുറ്റിക്കണ്ടിട്ട് വരാന്നൊക്കെ പറയാം. അപ്പൊ തന്നെ അവര് 2 പേര് സമ്മതിക്കും. അന്നേരം തന്നെ ഞാൻ ആദ്യം വിളിച്ചിട്ട് അപ്പൊ തന്നെ ഇൻഫോർമേഷൻ തരാം. നീ എങ്ങനെയെങ്കിലും വേദാന്തേട്ടനെ വിളിച്ച് അമൂലി അവിടെ വെച്ച് തന്നെ പ്രൊപ്പോസ് ചെയ്യാനുള്ള ഐഡിയ എല്ലാം കൊടുക്ക്. ബെസ്റ്റ്. ഇതും ഫ്ലോപ്പ് ആവോന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഐഡിയ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നീ വേറൊരു ഐഡിയ പറ. ഓക്കെ, ശരി, ഞാൻ പറയാം. വേദാന്തേട്ടൻ മീറ്റിംഗ് മാറ്റിവെച്ച് അമ്മൂനെ പ്രൊപ്പോസ് ചെയ്യാൻ പോവോ? ചേട്ടൻ ഇതുവരെ ആലോചിക്കാത്ത ഒരു പ്രധാന കാര്യമുണ്ട്. ക്ലയന്റ് ആരാണെന്നോ അവരുടെ ബിസിനസ് എന്താണെന്നോ അവരുടെ ജോഗ്രഫി, ഹിസ്റ്ററി ഇതൊന്നും അറിയാതെ വേദാന്തേട്ടൻ എടുത്ത കാലം മുന്നോട്ട് വെക്കും നോക്കണ്ട. ഞാനൊന്ന് ഓഫീസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് വേണ്ട മറുമരുന്നൊക്കെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ചേട്ടൻ ട്രസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ക്ലയന്റിന്റെ പേരങ്ങ് പറയും. അവർക്ക് നേരിട്ട് കാണേണ്ടത് എന്നെയല്ലെന്ന് അവിടെ ചെന്ന് പറയാം. ചേട്ടനും അമൂലിയാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് പറയാം. ആ ക്ലയന്റിനെ കുറിച്ച് ചേട്ടന് നല്ലൊരു ബിൽഡപ്പ് തന്നെ കൊടുത്തേക്കാം. ക്ലയന്റ് ആണെങ്കിൽ നല്ല രീതിയിൽ കൃത്യനിഷ്ഠ നോക്കുന്ന ആളാണെന്നും ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ മീറ്റിംഗ് തന്നെ ക്യാൻസൽ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞേക്കാം. റൗഡി കൊച്ചും ചേട്ടനും ഒരു കാറിലും ഞാൻ വേറെ ഏതെങ്കിലും കാറിൽ എന്തെങ്കിലും ഉടായ്പ പറഞ്ഞിറങ്ങിക്കോളാം. എന്നിട്ട് ചേട്ടനും റൗഡി കൊച്ചും വരുന്ന കാറ് വഴിയിൽ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ പഞ്ചറായി കിടക്കും. ഈ പ്ലാൻ എങ്ങനെയുണ്ട്? പക്ഷെ ഈ പ്ലാനും അത്രയ്ക്ക് അങ്ങ് വർക്കൗട്ട് ആവുന്ന എനിക്ക് തോന്നില്ല ഏട്ടാ. പക്ഷെ പറയാൻ പറ്റില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു പ്ലാൻ ഉണ്ടായാലോ. ആ സമയത്ത് ഏതാണോ ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യേ. പക്ഷെ ആഗ്രയിലേക്ക് ഫ്ലൈറ്റ് കയറുന്ന 2 ശരീരവും 2 മനസ്സുമായ ചേട്ടനും അമൂല്യയും തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുമ്പോ പ്രണയ പക്ഷികളായി പറന്നു നടക്കുന്നത് എനിക്ക് കാണണം. എന്ത് പ്ലാൻ ആയാലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഓക്കേ, ഡൺ. ആരുതേ വിളിക്കുന്നേ? എവിടെയാ വെക്കി? നീ കറക്റ്റ് സമയത്താ വിളിച്ചത്. അളിയനും ആദ്യം ഇവിടെ തന്നെയുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇടാൻ പോണേ. ആരതി, ഞാനും ചേട്ടനും കൂടി ആഗ്രയിലോട്ട് പോവാ.
ആഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന് വേണ്ടി പോകുന്നതല്ല, ഞങ്ങള് താജ്മഹൽ കാണാൻ വേണ്ടി പോവുക. അവിടെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്, അതിനാ. അതൊക്കെ ഞാൻ അറിഞ്ഞു വിക്കി. അമ്മ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടല്ലേ? യെസ് യെസ്. അല്ല ഇതെങ്ങനെ നീ അറിഞ്ഞേ? എന്നെ അമ്മ വിളിച്ചിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ഫിക്സ് ചെയ്തത് പെട്ടെന്നായിരുന്നു എന്നും പറഞ്ഞവള്. ഞാനതുകൊണ്ട് വീട്ടിലേക്ക് പോയി പാക്ക് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അവിടെയാണെങ്കിൽ അഞ്ചു അതിഥിയും മാത്രല്ലേ ഉണ്ടാവൂ. ചെറിയച്ഛനും ചെറിയമ്മ എങ്ങോട്ട് പോവാ? അഞ്ചു അതിഥി എങ്ങനെയാ ഒറ്റയ്ക്കാവുന്നത്? കാര്യം എന്താ ആരതി? അമ്മൂന്റെ കൂടെ അച്ഛനും അമ്മയും പോകുന്നുണ്ടെന്ന്. അച്ഛനും അമ്മയും ഇതുവരെ ആഗ്രഹമൊന്നും കണ്ടിട്ടില്ലല്ലോ വിക്കി, അതുകൊണ്ടാ പോന്നേന്ന്. അമ്മൂന്റെ കൂടെ അവര് രണ്ടുപേരും പോയി കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്കാ പോയെന്നുള്ള പേടി ഉണ്ടാവില്ല. മാത്രമല്ല, നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെയെല്ലാം ചുറ്റിക്കാണാനുള്ള സമയം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ചേട്ടനോട് സമ്മതം വാങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. നമ്മള് നല്ലൊരു പ്ലാൻ ഇട്ട് വർക്കൗട്ട് ആക്കാൻ നോക്കിയപ്പോ ദൈവം നല്ലൊരു ട്വിസ്റ്റ് ആണല്ലോ നമുക്കിപ്പോ തന്നേക്കുന്നേ. എന്റെ ടെൻഷനും അത് തന്നെ ആദ്യ. അച്ഛനും അമ്മ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ചേട്ടനും അമ്മൂലേക്കും ഒരുമിച്ച് സംസാരിക്കാൻ പോലും പറ്റില്ല. അവരെങ്ങനെ കൂടെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയൊക്കെ പോയ ചേട്ടൻ എങ്ങനെ പ്രപ്പോസ് ചെയ്യും? ഒന്ന് ആലോചിക്ക് വിക്കി, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവാതിരിക്കില്ല. ആദ്യ നീ ഒന്ന് ആലോചിച്ചേ. അത് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഐഡിയ. എന്താന്ന് പറ. ഒരു മിനിറ്റ്. മൊബൈല് നോക്കി ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം എന്തെന്ന് പറ. ഇത് നോക്ക്. ഇത് ആഗ്രയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം അല്ലേ? അതെ, ഇത് ആഗ്രയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലാണല്ലോ. ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത് സിദ്ധാർത്ഥ്. കാര്യം എന്താ? അളിയ, അളിയൻ ചെയ്യേണ്ടത് ഈ ടെമ്പിളിനെ കുറിച്ച് അമ്മാവനടുത്തും അമ്മായടുത്തും എത്രയും പെട്ടെന്ന് പറയണം. അത്രേ ഉള്ളൂ. ചെറിയമ്മ ആഗ്രയിലേക്ക് പോകണമെന്ന് അറിഞ്ഞല്ലോ. അതേ മോനെ സിദ്ധാർത്ഥെ, എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹ. എനിക്ക് തോന്നുന്നത് ദൈവം തന്നെയാ നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത് ചെറിയമ്മേ. അതേത് ദൈവം മോനെ സിദ്ധാർത്ഥെ? അവിടെ വളരെ ഫേമസ് ആയിട്ടൊരു അമ്പലമുണ്ട് ചെറിയമ്മേ. ശക്തിയുള്ള ദൈവോ. അവിടെ പോയിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും അത് ഉടനെ തന്നെ നടക്കുമെന്ന അവിടുത്തെ വിശ്വാസം. ഞാനത് ഗൂഗിൾ നോക്കി ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണോ മോനെ? നിങ്ങൾ രണ്ടുപേരും ആഗ്രയിലേക്ക് പോയിട്ട് ഈ അമ്പലത്തിൽ പോവാതെ തിരിച്ചു വരുന്നത് ഒട്ടും ശരിയല്ല. എന്തായാലും അങ്ങോട്ടേക്ക് പോകാം മോനെ. അമ്മോനൊരു കൂട്ടാമെന്ന് വിചാരിച്ച ഞങ്ങൾ ഇറങ്ങിയേ. എന്തായാലും ഇപ്പൊ ഇതൊരു തീർത്ഥാടന യാത്രയായതില് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ ചെയ്തത്. ശരി മോനെ സിദ്ധാർത്ഥെ, എന്തായാലും ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചു. നീ പറഞ്ഞ അമ്പലത്തിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാം. തിരിച്ചു വരുമ്പോ ആ അമ്പലത്തിലെ പ്രസാദം നിനക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം. എന്താ മതിയോ? ശരി ചെറിയമ്മേ, ഹാപ്പി ജേണി. ശരി മോനെ, ആദ്യം നീ നന്നായിട്ട് നോക്കിക്കോണേ. പിന്നെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഈ ഐഡിയ എങ്ങനെയുണ്ട് അളിയ? അടിപൊളിയായിട്ടുണ്ട്. നീ വേദാന്തിന്റെ അനിയനാണെന്ന് ഇപ്പോഴാ പ്രൂവ് ചെയ്തത്. സ്വന്തം മകനെ നശിപ്പിക്കണമെന്ന് ഏതെങ്കിലും അമ്മ ചിന്തിക്കോ? വേദാന്ത മേനോൻ ശ്രീധറിന്റെയും സുഹാസിനിയുടെയും യഥാർത്ഥ മകനല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ചേട്ടൻ എന്റെ സ്വന്തം രക്തമാണ്. ചേട്ടാ, എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ? അതൊന്നുമില്ല ആദ്യ. ആഗ്രയിലോട്ട് പോകുന്നതിന് മുമ്പ് ആർതിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അവളിപ്പോ വരേണ്ട സമയമായി. ചേട്ടാ, താങ്ക് യു സോ മച്ച്. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തില്ലേ? ചേട്ടൻ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യ. നമ്മള് ചേട്ടന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അവൻ സന്തോഷത്തോടെ ജീവിക്കണം. ഹലോ, ഹായ് മോളെ, പാല് കുടിക്കേ. ചേട്ടാ, വാശി കാണിക്കാതെ മര്യാദയ്ക്ക് കുടിക്കേ. എന്നാ കുടിക്കേ. ആദ്യ, എനിക്ക് നിന്നോടൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട് മോളെ. ഐ വാണ്ട് ടു താങ്ക് യു. താങ്ക്സോ? അതോ എന്നോടോ? എന്തിനാ ഏട്ടാ? ഞങ്ങളെല്ലാരും കൂടെ ആഗ്രയിലേക്ക് പോവാ. അവിടെ വെച്ച് ഞാൻ അമ്മൂനെ പ്രപ്പോസ് ചെയ്യും. അവളുടെ ആഗ്രഹം പോലെ താജ്മഹലിന്റെ മുന്നിൽ വെച്ച് ഞാൻ പ്രപ്പോസ് ചെയ്യും. ഇതിൽ ഇത്രയും ഇംപ്രൂവ്മെന്റ് വന്നത് നീ കാരണോ? അതുകൊണ്ടാ എന്റെ മോളോട് താങ്ക്സ് പറഞ്ഞേ.
വലിയ സംഭവമാണല്ലോ. ചേട്ടനും പ്രണയം തോന്നി ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ താജ്മഹൽ വരെ പോകുന്നു. കല്യാണം കഴിക്കാൻ പോലും റെഡിയാവുന്ന രീതിയിൽ ചേട്ടൻ റൊമാൻറ്റിക് ആയില്ലേ? അതാണ് അത്ഭുതം. എനിവേ, ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു സോ മച്ച് ആദ്യ. ഞാൻ അമൂല്യയോട് കല്യാണക്കാര്യത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഐ ജസ്റ്റ് ഹോപ്പ് ആഗ്രയിൽ അങ്ങനത്തെ തടസ്സങ്ങളൊന്നും വരാഞ്ഞാ മതിയായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഡോണ്ട് വെറി. എല്ലാം ചേട്ടൻ ആഗ്രഹിച്ച പോലെ നടക്കും. ഇത് ചേട്ടന്റെ ലൈഫ് ലോങ് മറക്കാൻ പറ്റാത്ത മെമ്മറി ആയിരിക്കും ഉറപ്പാ. ഡൽഹിയിൽ എത്തുമ്പോ ഇടേണ്ട സ്വെറ്റർ അതൊക്കെ. നിനക്കുണ്ട്, അമ്മയ്ക്കുണ്ട്, അച്ഛനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആൻഡ് ബൈ ദ വേ, എന്താ ഇത്ര ലേറ്റ് ആയേ? പോകുന്നതിന് മുമ്പേ അമ്പലത്തിലൊക്കെ പോണെന്ന് അമ്മ പറഞ്ഞിരുന്നു. അതിന് നമ്മൾ ഇന്ത്യ വിട്ട് പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞേ, മിഡിൽ ക്ലാസ് ഫാമിലിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലാന്ന്. ഇതുപോലെ ദൂരയാത്രയ്ക്ക് പോകുന്ന കാര്യം ഫിക്സ് ആയി കഴിഞ്ഞാൽ വീട്ടിലുള്ളവരും വരുന്നവരും എല്ലാം കാലില് ചക്രം പിടിപ്പിച്ച പോലെ ഹൈ സ്പീഡിലായിരിക്കും പോകുന്നത്. എന്റെ വീട്ടിൽ ഇപ്പോഴേ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു. നമ്മൾ പോകുന്നതും വരുന്നതും അല്ലാതെ വേറെ ഒരു കാര്യവും അവിടെ ചർച്ചയില്ല. അമ്മ ഇപ്പൊ തന്നെ ബാഗില് ഡ്രസ്സും വളയും മാലയും പാത്രങ്ങളും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തു. ഇത് മാത്രം കേട്ട് ഞെട്ടല്ലേ? ഇവിടെ അതിഥി അഞ്ചു ഒറ്റയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും വലിയൊരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മ. പാവം, നിന്റെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞപ്പോ നീ എന്താ നോക്കിക്കൊണ്ടിരുന്നോ? നിനക്കെന്തെങ്കിലും പറയായിരുന്നില്ലേ? ഹലോ, ഞാനെന്താ ഇത്രയും നാളും ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, മലേഷ്യ, അമേരിക്ക എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നോ? ഞാൻ ഇത്രയും ദൂരത്തേക്ക് പോകുന്നത് ആദ്യമായിട്ടാ. ഞാനേ ഇതുവരെ എന്റെ സ്ഥലം വിട്ട് പുറത്തേക്ക് പോയിട്ടേ ഇല്ല. എനിക്കെല്ലാം അറിയാം. എന്ത് കാര്യങ്ങൾ അറിയുന്നേ? സിസ്റ്റർ, രാത്രി മുതൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നതാണല്ലോ. ആ അഹങ്കാരി, നമ്മുടെ വേദാന്തിനെ കല്യാണം കഴിച്ചാലോ? അവിടെ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നാലോ? ഒരിക്കലും സംഭവിക്കരുതെന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളാ ഇപ്പൊ എന്റെ മുന്നിൽ നടക്കുന്നത്. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ല. ഒരു കാരണവശാലും വേദാന്ത് അമൂല്യയെ പ്രപ്പോസ് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചേ പറ്റൂ. അവളുമായിട്ടുള്ള പ്രപ്പോസിന്റെ കാര്യം തന്നെ അവൻ മറന്നു പോണം. അത് വളരെ ശരിയാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തെങ്കിലും കാര്യമില്ലാത്ത കാരണം പറഞ്ഞാലൊന്നും വേദാന്ത് അവന്റെ ഷെഡ്യൂൾ ഒന്നും മാറ്റാൻ പോകുന്നില്ലേ? ആര് പറഞ്ഞില്ലാന്ന്? ഉറപ്പായിട്ടും മാറ്റും. മൊണ്ണം കട്ടെ, അവൻ എത്ര സ്ട്രോങ് ആണെന്ന് നിനക്കറിയില്ലേ? അവന്റെ വീക്ക്നെസ് എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യാണ് അവന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. അവന്റെ മുന്നിൽ വെച്ച് അവളൊന്ന് കരഞ്ഞു കഴിഞ്ഞാ വേദാന്ത് അവിടെ വെച്ച് ഫ്ലാറ്റ് ആവും എന്നുള്ള കാര്യം ഉറപ്പാ. അവളുടെ ജീവിതമാണ് ആദ്യം നമ്മൾ നരകമാക്കേണ്ടത്. അവിടെ വയറ്റി കിടക്കുന്ന കുട്ടി പുറത്തു വന്നാൽ ഉറപ്പായിട്ടും സർവനാശ. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ മുകളിലേക്ക് അയക്കണം. അപ്പോൾ വേദാന്തിന്റെ പ്രപ്പോസ് ഐഡിയയും ഇതുപോലെ മാറിപ്പോക്കോളും. ഒരു വെടിക്ക് രണ്ട് പക്ഷിയല്ല ചേച്ചി, ഇത് എങ്ങനെയുണ്ട്? അവരെന്നാ ഡൽഹിയിലേക്ക് പോകുന്നത്? നാളെയാണ് സിസ്റ്റർ, ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റിനാ. എന്നാ ശരി, അതിനു മുൻപ് തന്നെ നമ്മുടെ പ്ലാൻ ഈ വീട്ടിൽ വർക്കൗട്ട് ആയിരിക്കും. എടി വായടി, നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ കാര്യം എന്റെ വീട്ടിൽ പറഞ്ഞ് അമ്മ പിന്നെ നിന്റെ വീട്ടിലേക്ക് വന്ന് അതൊന്നും പ്രശ്നമാക്കണമെന്ന് വെച്ചാ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. അതുകൊണ്ട് ആദ്യം നീ നിന്റെ വീട്ടിൽ സംസാരിച്ചിട്ട് പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പറയാം. ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദിസ് മൊമെന്റ്. ഓയ്, ആദ്യം പറഞ്ഞ് പുറത്തേക്ക് പോകുന്നതിനാ ഞാൻ അതല്ലുള്ളത് കാര്യം. ശരിയാണല്ലോ. സീരിയസ്, നാളത്തേക്കുള്ള ഫ്ലൈറ്റ് ബുക്കായി. സീരിയസ്ലി? ഡബിൾ സീരിയസ്ലി. അവിടെ പാക്ക് ചെയ്യാനായിട്ട് ആർദിക്ക് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. പിന്നെ എനിക്കും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒളിച്ചിരുന്ന് കുറച്ച് ഐസ്ക്രീം തിന്നാം. നിങ്ങളുടെ ഈ ഫാമിലിയിൽ ആർക്കൊരു മെച്യൂരിറ്റി ഇല്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചേട്ടനും അനിയത്തിയും കൂടെ ഐസ്ക്രീം തിന്നാൻ നടക്കുന്നു. എന്റെ അളിയാ, ഞാൻ കൊണ്ടുപോകുന്നേ ഉള്ളൂ.
ഇതൊക്കെ മേടിച്ചു കൊടുക്കേണ്ട കടം അളിയനാ. ലവ് യു ബ്രദർ. ഇതാണ് ബോണ്ടിങ് എന്ന് പറയുന്നത്. അളിയ, ഇന്ന് ഒരു ദിവസത്തേക്കല്ല ജങ്ക് ഫുഡ് ഉള്ളൂ. നാളെ മുതൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് പറഞ്ഞിട്ട് ഒരു ദിവസം നീ മേടിച്ചോളൂ, നാളെ തൊട്ട് അത് തന്നെ വേണം അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ബഹളവും വെക്കും. നീ പോവല്ലേ, നാളെ തൊട്ട് ഇവളുടെ ഡ്രാമ മുഴുവൻ ഞാൻ ഒറ്റയ്ക്കാണ്. പറയും അളിയ, എന്റെ അനിയത്തിയൊരു പാവല്ലേ, അങ്ങനെയൊന്നും ചെയ്യത്തേ ഇല്ല. ആൾക്കാർ എന്തൊക്കെയാ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇപ്പഴാ മനസ്സിലായത്. ഇവള് പാവാണെന്നോ? അല്ലെങ്കിൽ നല്ലത് നായിക്കറിയില്ലെന്നല്ലേ പറയുന്നേ. ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട. ചേട്ടന്റെ പ്ലാനിലാ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് എന്നെ വിളിക്കണേ. ഐസ്ക്രീം തിന്നാനായിട്ട് എനിക്ക് പൂർത്തിയായിട്ട് വയ്യ. ഓക്കെ, സീ യു. ബൈ അളിയ. റൗഡി കൊച്ചിന്റെ ചേട്ടൻ ആഗ്രയിൽ വെച്ച് പ്രപ്പോസ് ചെയ്യും. എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടക്കും. ആ ഒരു ചടങ്ങ് കഴിഞ്ഞാ നിങ്ങൾക്ക് അമൂല്യ എന്നേക്കുമായി മരുമോളായി സ്വീകരിക്കേണ്ടി വരും. ആ ഒരു കാര്യം ഉറപ്പാണ്. അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. അവൾ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കളികളൊക്കെ അവസാനിക്കും. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ശരി, അതൊക്കെ ഇവിടെ നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാന്. ആ വിധി തിരുത്താൻ പോകുന്നത് ഞാൻ തന്നെ.